ഹലോ എവ്രിവൺ, എല്ലാവർക്കും പി എസ് സി എം സി ക്യു സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പാർട്ട് 1 വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കേരള ജോഗ്രഫി എന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള PYQs ആണ് ഇന്നിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതൊന്ന് കാണുക കേട്ടോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസർ ഉള്ള ഭാഗത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The climate of Kerala as per Koppen's classification is not true. കൊപ്പൻസ് വർഗീകരണവും അനുസരിച്ച് കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1 ഇതാ: ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡിയസ് മൺസൂൺ വിത്ത് സീസണലി ഫെയർ റെയിൻഫോൾ. കാലാനുസൃതമായ മഴയുള്ള ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും മൺസൂൺ. ബി. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ക്ലൈമറ്റ് ആസ് ട്രോപ്പിക്കൽ സാവന്ന വിത്ത് സീസണലി ഡ്രൈ ആൻഡ് ഹോട്ട് സമ്മർ വെതർ. തിരുവനന്തപുരം ജില്ല കാലാനുസൃതമായി വരണ്ടതും ചൂടുള്ളതുമായ വേനൽക്കാല കാലാവസ്ഥയുള്ള ഉഷ്ണമേഖല സവാനയാണ്. ഓപ്ഷൻ സി. ദ ക്ലൈമറ്റ് ഇസ് പ്ലസന്റ് ഫ്രം സെപ്റ്റംബർ ടു ഫെബ്രുവരി. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരമായ കാലാവസ്ഥയാണ്. ഓപ്ഷൻ ഡി. സമ്മർ മന്ത്സ് ഈസ് അൺകംഫർട്ടബിൾ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഉയർന്ന താപനിലയും ഈർപ്പവും കാരണം വേനൽക്കാല മാസങ്ങൾ അസുഖകരമാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് നോട്ട് ട്രൂ? അതായത് നമ്മൾ കൊപ്പൻസ് ക്ലാസിഫിക്കേഷന്റെ ബേസിസിലാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലൈമറ്റിക് സോൺസിനെ പല കാറ്റഗറീസിലേക്ക് ക്ലാസിഫൈ ചെയ്ത ഒരു വ്യക്തിയാണ് കൊപ്പൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തൊട്ട് മുകളിലോട്ട് പോവാം. സമ്മർ മന്ത് അല്ലെ, ഭയങ്കര ചൂടാണ്, അതുപോലെ ഹ്യൂമിഡിറ്റിയും നല്ല രീതിക്കുണ്ട്, ഈർപ്പവും ഉണ്ട് അല്ലെ. അപ്പോൾ സമ്മർ മന്ത്സ് അൺകംഫർട്ടബിൾ ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. സി നോക്കാം. ക്ലൈമറ്റ് ഇസ് പ്ലസന്റ് ഫ്രം സെപ്റ്റംബർ ടു ഫെബ്രുവരി. അതെ, സെപ്റ്റംബർ ടു ഫെബ്രുവരി കേരളത്തിൽ ഒരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ്. ബി. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ക്ലൈമറ്റ് ആസ് ട്രോപ്പിക്കൽ സാവന്ന. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കേരളത്തിന്റെ ക്ലൈമറ്റ് നിന്നും ഇത്തിരി ഡിഫറെന്റ് ആണ്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, സീസണലി ഡ്രൈ ആൻഡ് ഹോട്ട് സമ്മർ വെതർ ആണുള്ളത്. അതൊരു ട്രോപ്പിക്കൽ സാവന്ന ക്ലൈമറ്റ് ആണ് തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. ഓപ്ഷൻ എ നോക്കിയാൽ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡിയസ് മൺസൂൺ ആണ് നമുക്കുള്ളത്. ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡിയസ് മൺസൂൺ വിത്ത് സീസണലി ഫെയർ റെയിൻഫോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഓപ്ഷൻ കേട്ടോ. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് തെറ്റാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണുള്ളത്, അല്ലാതെ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡിയസ് മൺസൂൺ അല്ല ഉള്ളത് കേട്ടോ. അപ്പൊ അതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സദേൺ പാർട്സ് ഓഫ് കേരള ഇൻക്ലൂഡിങ് തിരുവനന്തപുരത്തിന് ട്രോപ്പിക്കൽ സാവന്ന എന്ന ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഇത് കൊപ്പന്റെനകത്ത് AW എന്നാണ് അദ്ദേഹം ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് കൂടുതൽ ഒരു വരണ്ട പ്രദേശമായിരിക്കും, ഡ്രൈ പീരിയഡ്സ് ആണ് ഉണ്ടാവുന്നത്, മഴയും കുറവായിരിക്കും കമ്പയർ ടു കേരളത്തിന്റെ സെൻട്രൽ ആൻഡ് നോർത്തേൺ റീജിയൻ. അപ്പൊ നമുക്ക് കപ്പന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് റഫ് ആയിട്ട് നോക്കി വരാം. ഇതാണ് AMW എന്നുള്ളത് മൺസൂൺ വിത്ത് ഷോർട്ട് ഡ്രൈ സീസൺ ആണ്. അതായത് ഇത് കാണപ്പെടുന്നത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. അതായത് കേരളം ആ ഒരു ഭാഗത്തെ ക്ലൈമറ്റ് ആണ് AMW എന്ന് പറയുന്നത്. ചെറിയൊരു വരണ്ട കാലാവസ്ഥയും ഒരു മൺസൂണും ഒക്കെ ഉള്ളതാണ്. ഗോവയുടെ താഴോട്ടുള്ള സൗത്ത് റീജിയൻ. പിന്നെ AS എന്ന് പറയുന്നത് മൺസൂൺ വിത്ത് ഡ്രൈ സമ്മർ. ഇത് തമിഴ്നാട് കോസ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഈസ്റ്റേൺ കോസ്റ്റ് ആണ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റ് ആണ് AS. പിന്നെ AW ഇതാണ് തിരുവനന്തപുരത്തെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ, ട്രോപ്പിക്കൽ സാവന്ന. ഇത് കൂടുതൽ പെനിൻസുലർ പ്ലാറ്റൂലാണ് കാണുന്നത്. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ സൗത്ത് ഭാഗത്ത് ഇത് കുറച്ചും കൂടി ചൂട് കൂടിയ പ്രദേശമാണ്. പിന്നെ ഇത് BSHW എന്ന് പറയുന്നത് സെമി ആരിഡ് ആയിട്ടുള്ള സ്റ്റെപ്പേ ക്ലൈമറ്റ്, കുറച്ചും കൂടെ ചൂട് കൂടി. ഗുജറാത്തിന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, അതുപോലെ വെസ്റ്റേൺ രാജസ്ഥാൻ, പഞ്ചാബ്. അപ്പൊ സെമി ആരിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓൾമോസ്റ്റ് വരണ്ട പ്രദേശമാണ്. പിന്നെ BWHW ഇത് ഹോട്ട് ഡെസേർട്ട് ആണ്, മരുഭൂമിയാണ് കേട്ടോ. അപ്പൊ ഇത് എക്സ്ട്രീം വെതർ ആണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. ഇത് നമ്മുടെ വെസ്റ്റേൺ രാജസ്ഥാനിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അതുപോലെ CWG എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഇത് മൺസൂൺ വിത്ത് ഡ്രൈ വിന്റർ, മഴയുണ്ട് എന്നാൽ വരണ്ട വിന്റർ. ഇത് നമ്മുടെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഈ ഒരു ഏരിയനെയാണ് CWG എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. DFC എന്നാണ് കാണിക്കുന്നതെങ്കിൽ
കോൾഡ് ഹ്യൂമിഡ് വിൻഡർ വിത്ത് ഷോർട്ട് സമ്മർ. അതായത് അരുണാചൽ പ്രദേശിന്റെ, സ്പെസിഫിക്കലി അരുണാചൽ പ്രദേശിനെയാണ് DFC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇ കാണിക്കുകയാണെങ്കിൽ അത് പോളാർ ടൈപ്പ്, അതായത് കോൾഡ് ഏരിയാസ്, സ്നോ ഒക്കെയുള്ള കോൾഡ് ഏരിയാസ് ആണ് ഇ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഈ ഏരിയാസ് ഒക്കെയാണ് ഈ ഒരു ലെറ്റർ ഇ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഈ AMWയും അതുപോലെ തന്നെ AW ആണ്. ഓക്കെ, തിരുവനന്തപുരം ഭാഗത്തൊക്കെ AW ആണ്, ട്രോപ്പിക്കൽ സാവനയാണ്. റെസ്റ്റ് ഓഫ് കേരള AMW ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ പോസ്റ്റ് മൺസൂൺ മന്ത്സ് എപ്പോഴാണ്? നമുക്ക് മൺസൂൺ കഴിയുന്ന ഒരു സമയമാണല്ലോ സെപ്റ്റംബർ, അത് മുതൽ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ വേനൽക്കാലം തുടങ്ങാൻ പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഒരു ലോവർ ഹ്യൂമിഡിറ്റിയും മോഡറേറ്റ് ടെമ്പറേച്ചറും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പ്ലസന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ടൈം സമ്മർ മന്ത്സ് എന്ന് പറയുമ്പം നല്ല ചൂടാണല്ലേ. അപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് നമ്മുടെ ടെമ്പറേച്ചേഴ്സ് പോകുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുതലാകുമ്പോൾ അത് നമ്മൾ എന്താ അൺകംഫർട്ടബിൾ ആവും, വല്ലാതെ വേർക്കും ഒക്കെ ചെയ്യും അല്ലേ. അപ്പൊ ഈ BCD ഈ സ്റ്റേറ്റ്മെന്റ്സ് മൂന്നെണ്ണം കറക്റ്റ് ആണ്, A തെറ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കേരളത്തിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യണം. ചെയ്ത് നോക്കൂ. Headquarter of RUBCO, Headquarter of Rubbermark, Headquarter of NABARD, Headquarter of Kerala State Cooperative Agricultural and Rural Development Bank. ഇപ്പുറത്ത് മുംബൈ, കൊച്ചിൻ, കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം. ഓക്കെ, നമുക്ക് നോക്കാം. നബാർഡ് നമുക്ക് ആദ്യം നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് ഉള്ളതിൽ നിന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നബാർഡ് ഏറ്റവും ഫെമിലിയർ അല്ലേ. അപ്പൊ നബാർഡ് എവിടെയാണ്? കേരളത്തിലാണോ നബാർഡിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ് ക്വാർട്ടേഴ്സ്? അല്ല, കേരളത്തിലല്ല നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മുംബൈയിലാണ്. അപ്പോൾ 3A വരുന്ന ഒരൊറ്റ ഓപ്ഷനെ നമുക്കുള്ളൂ, അത് B ആണ്. നമുക്ക് ആൻസർ കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം. 1C ആണ്. റബ്കോയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കണ്ണൂരിലാണ്. റബർമാർക്കോ? അത് കൊച്ചിനാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരൊറ്റ ഇത് മതി നമുക്ക് ചിലപ്പം ആൻസർ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ അവിടെ തന്നെ കാണും. അപ്പൊ റബ്കോ ഹൗസ് എന്നാണ് റബ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേര്. അത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ സൗത്ത് ബസാറിലാണ് റബ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. റബർമാർക്കിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ്. അതുപോലെ നബാർഡിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ്. റൂറൽ ഡെവലപ്മെന്റിനും അതുപോലെ അഗ്രികൾച്ചറിനും വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ബോഡിയാണ് നബാർഡ് അല്ലേ. അപ്പൊ നബാർഡിന്റെ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. പിന്നെ KCARD ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഇത് തിരുവനന്തപുരത്താണ്. നമ്മുടെ സ്റ്റേറ്റിലെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ബാങ്ക് ആണ് KCARD. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഈസീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ധോണി വാട്ടർഫോൾ ഇസ് ലൊക്കേറ്റഡ്? ധോണി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ A കാസർഗോഡ്, ഓപ്ഷൻ B മലപ്പുറം, ഓപ്ഷൻ C കണ്ണൂർ, ഓപ്ഷൻ D പാലക്കാട്. ധോണി വെള്ളച്ചാട്ടം ആൻസർ അറിയാം. ഇത് ഫെമിലിയർ ആയവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ D പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഒരു 4 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും 4 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടും ട്രക്കിങ് ചെയ്താണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ധോണി വെള്ളച്ചാട്ടം പാലക്കാട്ടാണെന്ന് ഇപ്പോൾ പഠിച്ചു. നമുക്ക് ജില്ലകളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ ഏതാണെന്ന് നോക്കാം. തൃശ്ശൂർ ജില്ലയിൽ വരുന്നത് മരോട്ടിച്ചാൽ, വാഴച്ചാൽ, ആതിരപ്പള്ളി. പറഞ്ഞു പോണേ. മരോട്ടിച്ചാൽ, വാഴച്ചാൽ, ആതിരപ്പള്ളി. വയനാട് ജില്ലയിലേത് കാന്തപ്പാറ, സൂചിപ്പാറ, മീൻമുട്ടി, ചെതലയം. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം 2 ജില്ലകളിലുണ്ട്, വരുമ്പോ പറഞ്ഞുതരാം. വയനാട് കാന്തപ്പാറ, സൂചിപ്പാറ, മീൻമുട്ടി, ചെതലയം. കോട്ടയം ജില്ലയിലേത് മരമല, അതുപോലെ അരുവിക്കുഴി ആൻഡ് മരമല. അതുപോലെ കോഴിക്കോട് ജില്ലയിലേത് അരിപ്പാറ, തുഷാരഗിരി ഭയങ്കര ഫേമസ് ആണ്, ചോദിക്കാറുള്ളതാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ്. പാലക്കാട് ധോണിയും മീൻവല്ലവും, ധോണി ആൻഡ് മീൻവല്ലം. വയനാട് മീൻമുട്ടി, പാലക്കാട് മീൻവല്ലം.
ഇടുക്കിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ലക്കം, തൊമ്മാങ്കുത്ത്, വാളറ, ചെയ്യപ്പാറ, തൂവാനം, കീഴാർകുത്ത്, അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് ഇടുക്കി. ഓക്കെ, നമുക്ക് കുറച്ച് ജില്ലകളും കൂടെ നോക്കണ്ട്. പത്തനംതിട്ടയിലാണ് മാടത്തരുവിയും പെരുന്തേനരുവിയും. പെരുന്തേനരുവി ഇമ്പോർട്ടന്റ് ആണ്. പെരുന്തേനരുവി, മാടത്തരുവി. പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലുണ്ട് മങ്കയം ഫോൾസ്, കലക്കയം ഫോൾസ്, വാഴ്വന്തോൾ ഫോൾസ്. മങ്കയം, കലക്കയം, അതുപോലെ വാഴ്വന്തോൾ ഫോൾസ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു മീൻമുട്ടി ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് പൊന്മുടി പോകുന്ന വഴിയിൽ ഒരു മീൻമുട്ടി ഉണ്ട്. ഇനി കൊല്ലം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് പാലരുവി കേട്ടോ, പാലരുവി ഫോൾസ്. കണ്ണൂർ ജില്ലയിലെ അളകാപുരി വാട്ടർഫോൾസ്, മലപ്പുറത്തെ ആഢ്യൻപാറ, അതുപോലെ എറണാകുളത്തെ പനിയേലിപ്പോര് വാട്ടർഫോൾസ്. അപ്പൊ ഇത്രയും വാട്ടർഫോൾസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് എന്തായാലും പഠിച്ചേ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി റിവേഴ്സ് ആർ ദെയർ ഇൻ കേരള വിത്ത് ദ ലെങ്ത് ഓഫ് മെയിൻ സ്ട്രീം 15 കിലോമീറ്റർ? അതായത് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള, മെയിൻ സ്ട്രീമിന് നീളമുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ. ഓക്കെ, നമുക്ക് ആൻസർ സോൾവ് ചെയ്യാം. അപ്പൊ ഈ 15 കിലോമീറ്റർ എന്ന് പറയാൻ കാരണം എന്താ? കാരണം കേരളത്തിൽ 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള സ്ട്രീംസിനെയാണ് നദി എന്ന് പറയുന്നത്. ഒരു റിവർ ആയിട്ട് കേരളത്തിൽ നമ്മൾ കണക്കാക്കണമെങ്കിൽ ആ ഒരു വാട്ടർ കോഴ്സിന് 15 കിലോമീറ്റർ കൂടുതൽ നീളം വേണം. അതായത് നദി ആവണമെങ്കിൽ 15 കിലോമീറ്റർ കൂടുതൽ വേണം. അപ്പൊ കേരളത്തിൽ എത്ര നദികളുണ്ടോ അത് തന്നെയാണ് 15 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എന്ന് പറയുന്നത്. എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 44. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് അവർ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. അപ്പൊ 44 ആണ് ആൻസർ വരുന്നത്. 44 നദികളല്ലേ കേരളത്തിനുള്ളത്. അപ്പൊ 1974 കേരള ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം എനി വാട്ടർ കോഴ്സ് വിത്ത് ലെങ്ത് ഓഫ് 15 കിലോമീറ്റേഴ്സ് ഓർ മോർ ആണെങ്കിൽ മാത്രമേ കേരളത്തിൽ നദിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയുള്ളൂ. കേരളത്തിന് 44 നദികളാണുള്ളത്. 41 എങ്ങോട്ട് ഒഴുകും? വെസ്റ്റ് ഫ്ലോയിങ് ആണ്. ഇവര് ഈ 41 വെസ്റ്റ് ഫ്ലോയിങ് ആണ്. വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്നവരാണ് 41. ബാക്കി 3 ഉള്ളത് അവർ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. ഇവർ തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടും ഒക്കെ ഒഴുകി പോകുന്ന നദികളാണ്. ഇവർ കാവേരി നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഈ സ്പെഷ്യൽ ഗസ്റ്റുകൾ ആരൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ മറക്കരുത്. കബനി, ഭവാനി, പാമ്പാർ, ഇവർ 3 പേരും ഇമ്പോർട്ടന്റ്. ഇവർ 3 പേരും ഈസ്റ്റ് ഫ്ലോയിങ് ആണ് കേട്ടോ. 44 നദിയിലെ 41 വെസ്റ്റ് ഫ്ലോയിങ്ങും 3 ഈസ്റ്റ് ഫ്ലോയിങ്ങും ആണ്. അപ്പൊ നമുക്ക് കുറച്ച് റിവർ ഫാക്ട്സ് നോക്കാം. കേരളത്തിലെ നോർത്തേൺ മോസ്റ്റ്, വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം നദി. വടക്കേ അറ്റത്തുള്ളത് മഞ്ചേശ്വരമാണ്. അപ്പൊ തെക്കേ അറ്റത്തുള്ളത് ഏതാ? നെയ്യാറാണ് കേട്ടോ. തെക്കേ അറ്റത്ത് നെയ്യാർ. വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം ആണെങ്കിൽ തെക്കേ അറ്റത്ത് നെയ്യാർ. അതുപോലെ ഏറ്റവും വലിയ നദി ഏതാ കേരളത്തിലെ? പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ലാർജസ്റ്റ് റിവർ പെരിയാർ ആണെങ്കിൽ ചെറിയ റിവർ ഏതാ? സ്മോളസ്റ്റ് റിവർ മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ. 1 കിലോമീറ്റർ കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ മഞ്ചേശ്വരം പുഴയെ നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് പറയായിരുന്നു, റിവറായിട്ട് കൂട്ടത്തില്ലായിരുന്നു. അപ്പൊ മഞ്ചേശ്വരം പുഴ സ്മോളസ്റ്റ് റിവർ ആണ് കേട്ടോ. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ കുറയണം. 15 കിലോമീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് റിവറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്മോളസ്റ്റ് റിവർ ഇൻ കേരള മഞ്ചേശ്വരം റിവർ 16 കിലോമീറ്റർ ആണ്. അതുപോലെ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് നമ്മൾ പറഞ്ഞല്ലേ, കബനി, ഭവാനി ആൻഡ് പാമ്പാർ. ഇതിനകത്ത് ഈ 3 ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ അത് കബനിയാണ് കേട്ടോ. ഏറ്റവും ചെറുത് പാമ്പാറാണ്. കബനിയാണ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് കിഴക്കോട്ടൊഴുകുന്ന നദി. ഏറ്റവും ചെറിയ കിഴക്കോട്ടൊഴുകുന്ന നദിയാണെങ്കിൽ അത് പാമ്പാറാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. 12 പുഴകൾ അല്ലെങ്കിൽ 12 നദികളാണ് കാസർഗോഡുള്ളത്. അപ്പൊ നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ളത് കാസർഗോഡാണ്. 12 നദികളാണ്. നദികളുടെ നാട് ആരാണ്? അല്ല, ഏതാണ്? കാസർഗോഡാണ്. അപ്പൊ അടുത്ത ചോദ്യം, കുറച്ച് ഇൻഡസ്ട്രി തന്നിട്ടുണ്ട്, അതുപോലെ അവയുള്ള ലൊക്കേഷനും തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ വീണ്ടും ചേരുംപടി ചേർക്കലാണ്. ഇൻഡസ്ട്രീസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, ട്രാവൻകോർ സിമെന്റ്സ് ലിമിറ്റഡ്, കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ്, ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്.
ലൊക്കേഷൻ കണ്ണൂർ, തിരുവനന്തപുരം, കണ്ണൂർ, ചവറ, കോട്ടയം. ട്രൈ ചെയ്ത് നോക്കിയേ. നമുക്ക് ആൻസർ സോൾവിംഗിലേക്ക് പോവാം കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്, 1C. അതായത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് IRE. IRE എവിടെയുള്ളത്? IRE കൊല്ലത്താണ്. കൊല്ലത്ത് ചവറയിലാണ്. ടൈറ്റാനിയം ജംഗ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ അവിടെയാണ് IRE സ്ഥിതി ചെയ്യുന്നത്, കൊല്ലം, ചവറ. അപ്പൊ ഈ ഒരു ഫാക്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രത്തോളം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. IRE 1C ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് ആൻസർ കിട്ടി. ആൻസർ കിട്ടും. IREയുടെ കാര്യം അറിയാമെങ്കിൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ട് അറിയാമെങ്കിൽ തന്നെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒരു വിധമൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരറിവും വെറുതെ പോത്തില്ല നമ്മുടെ. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറയാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ചവറയിലാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ഉള്ളത്. അതുപോലെ ട്രാവൻകോർ സിമെന്റ്സ് ലിമിറ്റഡ്. ട്രാവൻകോർ അല്ലേ, തിരുവനന്തപുരം ആയിരിക്കും എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി മാച്ച് ചെയ്ത് വെക്കരുത്. കോട്ടയത്താണ് ട്രാവൻകോർ സിമെന്റ്സ് ഉള്ളത്. ട്രാവൻകോർ സിമെന്റ്സ് എവിടെയുള്ളത്? കോട്ടയത്താണ്. അതുപോലെ തന്നെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂര് പാപ്പിനിശ്ശേരി, അവിടെയാണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്, അത് തിരുവനന്തപുരത്താണ്, വേളി, കൊച്ചുവേളിയിലാണ് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി വേറെ കുറച്ച് ഇൻഡസ്ട്രീസ്, അറിഞ്ഞിരിക്കേണ്ട ഇൻഡസ്ട്രീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ ഒന്ന് നോക്കാം. കയർ ബോർഡ്. കയർ ബോർഡ് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കയർ ഇൻഡസ്ട്രി ഉള്ളത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ കയർ ബോർഡ് എവിടെയാ? ആലപ്പുഴ ജില്ലയിൽ തന്നെ. ഫാക്ട് എന്താ? ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫാക്ട് അല്ലെ. അപ്പോൾ അത് എറണാകുളത്ത് ഉദ്യോഗമണ്ഡലിലാണ് ഫാക്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഫാക്ട് ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയുള്ളത്? ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. എന്നാൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുള്ളത്? അത് തൃശ്ശൂർ പീച്ചിയിലാണ് കേട്ടോ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. ഇനി ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ITI കഞ്ചിക്കോട്, പാലക്കാട് കഞ്ചിക്കോട്. കഞ്ചിക്കോട് വേറെ എന്തിനാണ് ഫേമസ്? വിൻഡ് മിൽസ്, വിൻഡ് ഫാംസിനാണ് കഞ്ചിക്കോട് ഫേമസ്. കേരാഫെഡ് എവിടെയുള്ളത്? തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡും തിരുവനന്തപുരത്താണ്. അതുപോലെ മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ അല്ലേ, തിരുവനന്തപുരം, അതും തിരുവനന്തപുരത്താണുള്ളത്. മിൽമയും തിരുവനന്തപുരത്താണ്. അതുപോലെ കേരള സെറാമിക്സ് ഉണ്ട്. കേരള സെറാമിക്സ് കുണ്ടറയിലാണ്, കുണ്ടറ ഇൻ കൊല്ലം. സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ. ഇനി റബ്ബർ ബോർഡ് കോട്ടയത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? റിവൈസ് ചെയ്യണം കേട്ടോ. റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുന്ന ഏരിയ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഇസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് അല്ലാത്ത പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നെല്ലിയാമ്പതി പ്ലാറ്റു, മിന്നാരപ്പാറ. ബി മൂന്നാർ പ്ലാറ്റു, ആനമുടി പീക്ക്. സി പൊന്മുടി, അഗസ്ത്യമല റിഡ്ജ്, അഗസ്ത്യമല പീക്ക്. ഡി പെരിയാർ പ്ലാറ്റു, ബാണാസുരമല. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനില് ഇല്ല നോക്കിയിട്ടില്ല, ഇനി ആ ക്വസ്റ്റ്യൻ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെല്ലിയാമ്പതി പ്ലാറ്റുവിലാണോ മിന്നാരപ്പാറ മല? അതുപോലെ മൂന്നാർ പ്ലാറ്റുവില് ആനമുടി പീക്ക് എന്ന് പറയുന്നുണ്ട്. പൊന്മുടി അഗസ്ത്യമല എന്ന് പറയുന്നുണ്ട്. പെരിയാർ പ്ലാറ്റു, ബാണാസുര ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര ഡാം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? വയനാട് അല്ലെ. ബാണാസുര ഡാം സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലാണെങ്കിൽ പെരിയാർ പ്ലാറ്റു, പെരിയാർ എന്ന് പറയുന്ന നദി ഒഴുകുന്നത് അല്ലെങ്കിൽ പെരിയാർ എന്നുള്ള ആ ഒരു ടേം നമുക്ക് വയനാടുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പെരിയാർ മാക്സിമം എറണാകുളം അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് പോയ തൃശ്ശൂർ വരെയൊക്കെ എത്തുന്നതേ ഉള്ളൂ. അപ്പൊ പെരിയാർ നമുക്ക് ഒരിക്കലും ബാണാസുരമലയായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നോട്ട് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. നെല്ലിയാമ്പതിയും മിനാരപ്പാറയും കറക്റ്റ് ആണ്. മൂന്നാർ പ്ലാറ്റൂലാണ് ആനമുടി ഉള്ളത് അല്ലെ. ആനമുടി വെസ്റ്റേൺ ഗാട്സിലെ സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആണ് ആനമുടി പീക്ക്. പൊന്മുടി തന്നെയാണ് അഗസ്ത്യമല റിഡ്ജ് അല്ലെങ്കിൽ അഗസ്ത്യമല പീക്ക്. പൊന്മുടി പ്ലാറ്റൂലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ പെരിയാർ പ്ലാറ്റു എന്ന് പറയുന്നത് തെറ്റാണ്. ബാണാസുരമല എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്, പെരിയാർ പ്ലാറ്റുവിന്റെ ഭാഗമല്ല. നെല്ലിയാമ്പതി പ്ലാറ്റുവിലാണ് മിന്നാരപ്പാറ മല, അതുപോലെ മാട്ടുപ്പാറ, കേശവൻ പാറ, പോത്തുണ്ടി, സീതാർകുണ്ട്, ഇതൊക്കെ നെല്ലിയാമ്പതിയായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഏരിയാസ് ആണ്. മാട്ടുപ്പാറ, കേശവൻ പാറ, പോത്തുണ്ടി, സീതാർകുണ്ടൊക്കെ. ഇനി മൂന്നാർ പ്ലാറ്റു ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആനമുടി.
ആനമുടി. അതുപോലെ പൊന്മുടി, പൊന്മുടി അഗസ്ത്യമല റിഡ്ജ്, അത് പൊന്മുടിയായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ പൊന്മുടി എന്ന് പറയുന്ന മലനിരകളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒക്കെ തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷെ പൊന്മുടി ഡാം ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയിലാണ്. കൺഫ്യൂസിംഗ് ആണ്. പൊന്മുടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മലയൊക്കെ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത്, പക്ഷെ പൊന്മുടി ഡാം അങ്ങ് ഇടുക്കിയിലാണ്. ഓക്കെ, അടുത്ത ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്, വയനാട്. ചിന്തിക്കാനൊന്നുമില്ല അല്ലെ? ആൻസർ ആരാ? ആൻസർ ഏതാ? വയനാടാണ്. നത്തിങ് ടു തിങ്ക്. ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. ബാണാസുര സാഗർ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ടാണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എർത്ത് ഡാം ആണ്. അതുപോലെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ആണ്. എർത്ത് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അണക്കെട്ടാണ് ബാണാസുര ഡാം. വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള പടിഞ്ഞാറത്തറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏത് നദിയുടെ കുറുകെയാണ് ബാണാസുര ഡാം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കരമന്തോട് പുഴയ്ക്ക് കുറുകെയാണ് കേട്ടോ. കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള കരമന്തോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 1979 നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ബാണാസുര സാഗർ ഡാമിൽ നമുക്ക് ടൂറിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ ഫാം സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സോളാർ ഫാം ഇപ്പോൾ ഉണ്ട് അവിടെ. Next question. The National Waterway 3, originally extending from Kollam to Kottappuram, was extended to which place as per National Waterways Act 2016? 2016 നാഷണൽ വാട്ടർവേസ് ആക്ട് പ്രകാരം നാഷണൽ വാട്ടർവേ 3 നേരത്തെ ഉണ്ടായിരുന്നത് കൊല്ലം ടു കോട്ടപ്പുറം വരെയാണ്. ഈ ഒരു ആക്ട് വന്നതോടുകൂടി വേറെ ഏതോ ഒരു സ്ഥലം വരെ എക്സ്റ്റെൻഡ് ചെയ്തു, അത് വികസിപ്പിച്ചു. ഏത് സ്ഥലം വരെയാണ്, ഏത് പ്ലേസ് വരെയാണ് ഈ ഒരു ഇത് വികസിപ്പിച്ചത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്? തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഈ ഒരു ആക്ട് വന്നതോടുകൂടി ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ആൻസറിലെ ഏതോ ഒരു ഏരിയ വരെ അങ്ങ് വികസിപ്പിച്ചു. ഏത് ഏരിയ? നമുക്ക് നോക്കിയാലോ. ആൻസർ ഓപ്ഷൻ സി കോഴിക്കോട് വരെയാണ് കേട്ടോ. കോഴിക്കോട് വരെയാണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ നാഷണൽ വാട്ടർവേസിനെ കുറിച്ച് പഠിക്കണം, ചോദിക്കുന്നതാണ്. കേരളത്തിലൂടെ ഒരൊറ്റ നാഷണൽ വാട്ടർവേ ആണ് കടന്നു പോകുന്നത്, ദേശീയ ജലപാത. അത് നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. നാഷണൽ വാട്ടർവേ 3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഇത് കിടക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ഇത് അറിയപ്പെടുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാൽ, ചമ്പക്കര കനാൽ, അതുപോലെ ഉദ്യോഗമണ്ഡൽ കനാൽ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നാഷണൽ വാട്ടർവേ 1, ഇത് അലഹബാദിനെയും ഹൽദിയെയും ബന്ധിപ്പിക്കുന്നതാണ്. പ്രയാഗ്രാജ്, അലഹബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ്. ഇതിന് ഈ അലഹബാദിനെയും ഹൽദിയെയും ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 1. ഇത് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി റിവർ സിസ്റ്റത്തിലാണ് ഈ ഒരു വാട്ടർവേ 1 ഓടുന്നത്. വാട്ടർവേ 2 ആണെങ്കിൽ അത് ബ്രഹ്മപുത്ര റിവറിലാണുള്ളത്. ഇത് സാദിയ മുതൽ ധുബ്രി വരെയാണ്. ആസാമിലെ സാദിയ മുതൽ ധുബ്രി വരെയാണ്. ബ്രഹ്മപുത്ര റിവറിലാണ് നാഷണൽ വാട്ടർവേ 2 ഉള്ളത്. വാട്ടർവേ 3 നമ്മൾ നോക്കി, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി നാഷണൽ വാട്ടർവേ 4, അത് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ്. ഗോദാവരി, കൃഷ്ണ റിവർ സിസ്റ്റത്തിലാണ് ഇതുള്ളത്. കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. ക്ലിയർ അല്ലേ? നാഷണൽ വാട്ടർവേസ് ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Which among the following national park is home to the largest population of lion-tailed macaque? സിംഹവാലൻ കുരങ്ങുകളുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ, ഏറ്റവും വലിയ ജനസംഖ്യ, അവരെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഏത് നാഷണൽ പാർക്കിലാണ്? ആനമുടി ഷോല, മതികെട്ടാൻ ഷോല, സൈലന്റ് വാലി, ഇരവികുളം. നമ്മള് ഒരു നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രഷ്യസ് സ്പീഷീസ് ആയിട്ട് പഠിക്കുന്നതാണ് ലയൺ ടെയിൽ മക്കാക്ക്. അത് ഏത് നാഷണൽ പാർക്കാണ്? സൈലന്റ് വാലി ആണല്ലേ. സൈലന്റ് വാലിയുടെ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ആണ്, നമ്മുടെ സെലിബ്രിറ്റി ആണ് പുള്ളി, ലയൺ ടെയിൽഡ് മക്കാക്ക്. ലയൺ ടെയിൽഡ് മക്കാക്കിന്റെ സയന്റിഫിക് നെയിം മക്കാക്ക സിലിനസ് എന്നാണ് കേട്ടോ. മക്കാക്ക സിലിനസ്, അതായത് അധിവസിക്കുന്ന സ്ഥലത്തിന്റെ പേരിനോടുകൂടി സാമ്യമുള്ളതാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ സിംഹവാലൻ കുരങ്ങുകളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ തന്നെയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നമ്മുടെ നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ടല്ലോ, നീൽഗിരി ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയയിൽ ഉൾപ്പെട്ടതാണ്. അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്.
നമുക്ക് അവിടെ റെയിൻ ഫോറസ്റ്റ് ആണ് കാണാൻ കഴിയുന്നത്, മഴക്കാടുകളാണ്. അത്രയും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഏരിയ ആണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ഓൺലി വെർജിൻ ഫോറസ്റ്റ് ആണ്. വെർജിൻ ഫോറസ്റ്റ് ഞാൻ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1 വീഡിയോയിൽ, അപ്പൊ അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ലൈൻ ടെയിൽ മക്കാക്ക്, ഇതൊരു എൻഡേഞ്ചർഡ് പ്രിമേറ്റ് സ്പീഷീസ് ആണ്, വംശനാശ ഭീഷണി നേരിടുന്ന വർഗ്ഗമാണ്. അതുപോലെ ഇവർ നമുക്ക് കാണാൻ കഴിയുന്ന വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രമാണ്. കേരള, തമിഴ്നാടു, കർണാടക ഈ ജില്ലകളിലൊക്കെ, ഈ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇവരെ കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്. അതുപോലെ സേവ് സൈലന്റ് വാലി എന്നുള്ളത് 1970കളിൽ വന്ന ഒരു മൂവ്മെന്റ് ആണ്. സൈലന്റ് വാലിയിൽ പത്രക്കടവ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നു കുന്തിപ്പുഴയിൽ. അതിനെതിരെ പരിസ്ഥിതി സ്നേഹികളും ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ ഇറങ്ങി സൈലന്റ് വാലിയിൽ ഇങ്ങനെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരരുത് എന്നതിനെ അങ്ങനെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അങ്ങനെ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ആ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ക്യാൻസൽ ആവുകയും ചെയ്തു. ഓക്കെ, അന്ന് തൊട്ടാണ് സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പീഷീസ് ഇന്ന് ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്പീഷീസ് ഒക്കെ എപ്പോഴും എവിടെ നിന്നൊക്കെ പോയേനെ, അതിന്റെ സർവൈവലൊക്കെ ഡേഞ്ചറിലായി മാറിയേനെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് പറയാനുള്ളത്. പഠിക്കേണ്ടത് കുറച്ചധികം കാര്യങ്ങൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയത് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കേരള ജോഗ്രഫി എന്ന ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. യുവർ കമന്റ്സ് ആർ വെരി വാല്യുബിൾ. അതുപോലെ ലൈക്കും കൂടി ചെയ്തേക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്തിട്ടേക്കാം. സോ താങ്ക് യു ഗൈസ്. നമുക്ക് വേറൊരു ഡിസ്കഷൻ വീഡിയോയിൽ കാണുന്നവരെ.